പുരാണങ്ങൾ മിക്കപ്പോഴും പറഞ്ഞത് വീരന്മാരുടെയും ദേവന്മാരുടെയും ഒക്കെ കഥകളാണ്. ഈ വീരനായകരുടെ നിഴലിൽ മറഞ്ഞുപോയ ചില കഥാപാത്രങ്ങളുണ്ട്. അവരുടെ ആത്മനൊമ്പരങ്ങളുടെ നെടുവീർപ്പുകൾ വായനക്കാരുടെ, എന്തിന് എഴുത്തുകാരന്റെ പോലും കാതുകളിൽ എത്താതെ പോയിരിക്കാം. രണ്ടാമൂഴത്തിലൂടെ MTയും താടക എന്ന ദ്രാവിഡ രാജകുമാരിയിലൂടെ വയലാറും നമുക്ക് മുന്നിൽ എത്തിച്ചത് ഇവരുടെ ശബ്ദങ്ങളാണ്. പുരാണങ്ങളിലെ നിശബ്ദതകളെ തകർത്തുകൊണ്ട് നായക പരിവേഷങ്ങളോടെ നമുക്ക് മുന്നിലെത്തിയ ഭീമന്റെ, താടകയുടെ ഒപ്പം ചേർത്ത് നിർത്താവുന്ന കഥാപാത്രമാണ് രാവണൻ. ഇവിടെ രാവണൻ ഒരു അസുര രാജാവല്ല. ഓർമ്മകളിൽ തളർന്ന, പാപബോധത്തിൽ തകർന്ന വെറുമൊരു മനുഷ്യൻ. മരണാസന്നനായി പടക്കളത്തിൽ വീണ അവന്റെ മനസ്സിലേക്ക് അരിച്ചിറങ്ങിയ ശബ്ദം വേദവതിയുടേതാണ്, അവളുടെ മകളുടേതാണ്. രാമായണത്തിന്റെ അതിർവരമ്പുകൾ കടന്നു നടത്തിയ ഒരു വായനയുടെ ഫലമാണ് രാവണപുത്രി. ആ മഹാകഥയ്ക്ക് പിൻപറ്റി അനശ്വര കവിയുടെ അക്ഷരങ്ങളിലൂടെ പിറന്ന അഗ്നിപുഷ്പത്തിന്റെ കഥയ്ക്ക്, പരാജിതനായ ഒരു പിതാവിന്റെ വേദനയ്ക്ക് ജീവൻ നൽകുകയാണ് ഞങ്ങൾ. വയലാറിന്റെ രാവണപുത്രി. പുകമഞ്ഞ് നിറഞ്ഞ യുദ്ധരംഗം, വിഷധൂളികൾ വീശുന്ന ആയുധ സഞ്ചയങ്ങൾ, മരണം മണക്കുന്ന കാറ്റ്, രാമരാവണ യുദ്ധത്തിന്റെ അവസാന നാൾ. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങളുന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം. രക്തമൊഴുകി തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ. ആ യുദ്ധഭൂവിൽ നിലം പതിച്ചു രാമ സായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ. മൃത്യു പതുക്കെ പതുക്കെ ജീവാണുക്കൾ കൊത്തി വീഴുങ്ങും ശിരോമണ്ഡലങ്ങളിൽ. അപ്പോഴും രാവണനുള്ളിൽ ഒരന്തിമ സ്വപ്നമായി നിന്നു മനോജ്ഞയാം മൈഥിലി. ഓർമ്മകൾക്കുള്ളിൽ മണിച്ചിലമ്പും കെട്ടി ഓടി നടക്കുന്നു പിന്നെയും മൈഥിലി. രാമസായകമേറ്റുവീണ രാവണന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി. മരണം പതുക്കെ പതുക്കെ ജീവനെ കീഴ്പ്പെടുത്തുമ്പോഴും മനസ്സിൽ മകളുടെ ചിത്രം തെളിഞ്ഞു വന്നു. ഒപ്പം രാവണന്റെ ചിന്തകൾ വർഷങ്ങൾ പിറകിലേക്ക് പാഞ്ഞു. ഹാ, എന്തെല്ലാം ഓർമ്മകൾ! പണ്ട് വനാന്ത വസന്ത നികുഞ്ചങ്ങൾ കണ്ടു നടന്ന മദാലസ യൗവനം. പണ്ട് വനാന്ത വസന്ത നികുഞ്ചങ്ങൾ കണ്ടു നടന്ന മദാലസ യൗവനം. അന്നാദ്യമെത്തിപ്പിടിച്ചു കശക്കിയ മന്ദാര പുഷ്പത്തെ ഓട്ടുപോയി രാവണൻ. മലർഷ
ഹർഷരസായകം വേദനിപ്പിക്കാത്ത പൂജാമലരിനെ അന്നാക്രമിച്ചു തളച്ചിടാനാവാത്ത തൻ അഭിലാഷം മദഗജം മാതിരി രാവണൻ തൻ മുന്നിൽ നിന്ന് ജ്വലിച്ചിടവേ അഗ്നിയെ സാക്ഷി നിർത്തി മുഴങ്ങിയോരാശാപമോർത്തു നടുങ്ങി ദശാനനൻ എന്നിലെ കന്യകാത്വത്തെ നശിപ്പിച്ച നരാധമാ നീ മരിക്കും നിനക്കെന്നിൽ ജനിക്കും പെൺകിടാവിനാൽ നീ മരിക്കും നിനക്കെന്നിൽ ജനിക്കും പെൺകിടാവിനാൽ. സ്വന്തം മകളാൽ മരണം എന്ന ശാപം യുവാവായ രാവണന് താങ്ങാനായില്ല. വിഷം പുരട്ടിയ അമ്പുകൾ പോലെ ആ മുനയുള്ള വാക്കുകൾ രാവണന്റെ ഹൃദയത്തിൽ തുളഞ്ഞു കയറി. വേദവതിയുടെ ശാപം രക്തഫണം വിടർത്തിയാടുന്ന സർപ്പമായി. പെറ്റുവീണപ്പോഴേ തന്മണിക്കുഞ്ഞിനെ പെറ്റുവീണപ്പോഴേ തന്മണിക്കുഞ്ഞിനെ പെട്ടിയിലാക്കിയൊഴുക്കി ജലധിയിൽ പെറ്റുവീണപ്പോഴേ തന്മണിക്കുഞ്ഞിനെ പെട്ടിയിലാക്കിയൊഴുക്കി ജലധിയിൽ തൻ്റെ മനസ്സിൻ്റെ തിരകളിൽ പൊങ്ങിയും തങ്ങിയുമാ പൈതലെങ്ങോ പോയി മറഞ്ഞു. വേദവതിയിൽ തനിക്കുണ്ടായ കുഞ്ഞിനെ പ്രാണഭയം മൂലം പെട്ടിയിലാക്കി കടലിലൊഴുക്കി രാവണൻ. പ്രാണഭയവും പിതൃത്വവും രാവണന്റെ ജീവിത വീണ വലിച്ചു മുറുക്കി പൊട്ടിച്ചു. മനസ്സിനെ മഥിച്ച ആ സംഭവം സമ്മാനിച്ചത് ആത്മവേദന മാത്രം. നാദരൂപാത്മകൻ പിന്നീടൊരിക്കലാ നാരദപുത്രിയെ പറ്റി പറഞ്ഞ നാൾ തന്നുള്ളിലൊന്നാമതുണ്ടായ മോഹം മകളെ ഒരു നോക്കു കാണുവാൻ കണ്ടൊന്നു മാപ്പു ചോദിക്കുവാൻ ആ മണിച്ചുണ്ടിൽ ഒരച്ഛന്റെ മുത്തം കൊടുക്കുവാൻ കണ്ണൊന്നടച്ചാൽ കരളിനകത്ത് കണ്ണൊന്നടച്ചാൽ കരളിനകത്ത് ഉന്നിൻ ചിലമ്പു കിലുക്കും കുമാരിക ഓമനേ അല്ലെങ്കിൽ നിൻ ഭൂമി ആഴിയിലുപേക്ഷിച്ചു പോരുമോ ആഴിയിലുപേക്ഷിച്ചു പോരുമോ. തന്റെ മകൾ മരിച്ചിട്ടില്ല എന്ന വിവരം നാരദ മഹർഷിയിൽ നിന്നറിഞ്ഞ രാവണന് പുത്രിയെ കാണാൻ അടങ്ങാത്ത ആഗ്രഹമുണ്ടാകുന്നു. സുഖശീതളമായ ചന്ദനതുല്യം ചന്ദ്രിക പെയ്യുന്ന രാവുകളോ അശോകപുഷ്പങ്ങളുടെ സൗവർണ ശോഭയോ മണിത്തൊട്ടിലിൽ കിടക്കുന്ന ഇന്ദ്രജിത്തിന്റെ നിഷ്കളങ്കമായ ചിരിയോ മല്ലീശ്വരന്റെ പുതിയ പൂവമ്പുമായി വരുന്ന മണ്ടോദരിയോ ഒന്നും തന്നെ രാവണന്റെ ഹൃദയത്തെ തെല്ലും സ്പർശിച്ചില്ല. ഊണിലും ഉറക്കത്തിലും രാവണനുള്ളിൽ ആ ബാലിക
പൊന്നും ചിലമ്പും കിലുക്കി ഓടി നടന്നു. നീ മരിച്ചില്ല, ജനകന്റെ പുത്രിയായി രാമന്റെ മാനസ സ്വപ്നമായി വന്നു നീ. നീ മരിച്ചില്ല, ജനകന്റെ പുത്രിയായി രാമന്റെ മാനസ സ്വപ്നമായി വന്നു നീ. ജനകപുത്രിയായി രാമന്റെ മാനസ സ്വപ്നമായി മൈഥിലി വളർന്നു. പുഷ്പക വിമാനത്തിൽ കയറ്റി മകളെ ലങ്കയിലെത്തിച്ച നാൾ മുതൽ ഉണ്ടായ എല്ലാ അപവാദങ്ങളെയും നാശനഷ്ടങ്ങളെയും ലങ്കേശ്വരൻ സഹിച്ചത് അന്തിമമായ മനഃശാന്തിക്കു വേണ്ടി മാത്രം. പക്ഷേ വാനരപ്പടയ്ക്കൊപ്പം ലങ്ക തകർക്കാൻ രാമലക്ഷ്മണന്മാരെത്തുന്നു. തന്റെ അന്ത്യമടുത്തത് തിരിച്ചറിഞ്ഞ രാവണൻ അശോകവനത്തിലെത്തി മകളെ കാണുന്നു. നടന്നതെല്ലാം അവളോട് കരഞ്ഞു പറയുന്നു. കാലുപിടിച്ച് മാപ്പിരക്കുന്നു. അവൾ അച്ഛനെ മനസ്സിലാക്കുന്നു. മാറിൽ വീണ് കരയുന്നു. ആ കണ്ണീരിൽ പിതൃത്വം തളിർക്കുന്നത് രാവണൻ തിരിച്ചറിഞ്ഞു. രാവണന്റെ സ്വപ്നം ശിഥിലമായി. അന്തിമയുദ്ധത്തിൽ രാമസായകമേറ്റ് രാവണൻ വീണു. മരണം കാത്തു ചുറ്റിലും നിൽക്കുകയാണ് ഇന്ദ്രജിത്തിന്റെ ശവം തിന്ന അതേ കഴുകന്മാർ. വേദന ജീവനിൽ മൃത്യുവിൻ വാൾ വീണ വേദന കൊണ്ടു പൊളഞ്ഞുപോയി രാവണൻ. വേദന ജീവനിൽ മൃത്യുവിൻ വാൾ വീണ വേദന കൊണ്ടു പൊളഞ്ഞുപോയി രാവണൻ. ചുറ്റും ചിറകടിച്ചാർക്കുകയാണിന്ദ്രജിത്തിൻ ശവം തിന്ന കാലൻ കഴുകുകൾ. ചുറ്റും ചിറകടിച്ചാർക്കുകയാണിന്ദ്രജിത്തിൻ ശവം തിന്ന കാലൻ കഴുകുകൾ. മകളോടൊപ്പം ശിഷ്ടജീവിതം മോഹിച്ച രാവണൻ രാമബാണത്താൽ കൊല്ലപ്പെട്ടു. വേദവതിയുടെ ശാപം ഫലിച്ചു. ലങ്ക എന്ന ശവപ്പറമ്പിൽ കരിന്തിരി കത്തിച്ച പോലെ നിന്നു ശുക്രതാരകം. നന്മതിന്മകൾ തമ്മിലുള്ള യുദ്ധത്തിൽ നന്മ വിജയിച്ചു. എങ്കിലും സീതയ്ക്ക് അഗ്നിശുദ്ധി വരുത്താതെ ഒരു തിരിച്ചുവരവ് അസാധ്യം. സ്ത്രീകൾ അനുഭവിക്കുന്ന അനീതികളുടെ പ്രതീകമായി അഗ്നിപരീക്ഷ ഇന്നും അവശേഷിക്കുന്നു.